ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് ബാറ്റിംഗ്. ടോസ് നേടിയ ഓസ്ട്രേലിയ ബൗളിംഗ് തെരഞ്ഞെടുത്ത് പെർത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കൂടുതൽ കായിക വാർത്തകളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുകയാണ്. അനിൽ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അങ്ങനെ നാട്ടിലെ ഇന്ത്യയുടെ പോരാട്ടത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 3 ഏകദിനങ്ങളും 5 ടെസ്റ്റുകളുമാണ് ഈ പരമ്പരയിലുള്ളത്. പക്ഷേ ഈ പരമ്പരയെ അങ്ങേയറ്റം ശ്രദ്ധ കേന്ദ്രമാക്കി മാറ്റുന്നത് 2 പേരാണ്. വിരാട് കോഹ്ലിയും ഒപ്പം തന്നെ രോഹിത് ശർമ്മയും. 7 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ കുപ്പായത്തിൽ ഇതിഹാസങ്ങൾ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം. എന്തായാലും ആ ഇരുവരും ടീമിൽ ഇടം പിടിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഒപ്പം തന്നെ ഇന്ത്യക്കാണ് ബാറ്റിംഗ്. അതായത് രോഹിത് ആദ്യം തന്നെ ക്രീസിൽ എത്തുകയാണ്. ടോസ് നേടിയ ഓസ്ട്രേലിയ ബൗളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പിച്ചിൽ ആർക്ക് ടോസ് കിട്ടിയാലും അവർ ബൗളിംഗ് തെരഞ്ഞെടുക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു. പിച്ചിൻ്റെ കണ്ടീഷൻ ഒപ്പം തന്നെ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കളി തടസ്സപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ശുഭ്മാൻ ഗിൽ, പുതിയ നായകനും പറഞ്ഞത് ഞങ്ങൾക്കും ടോസ് കിട്ടിയിരുന്നെങ്കിൽ ബൗളിംഗ് തന്നെ തിരഞ്ഞെടുക്കും എന്ന് തന്നെയായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ ഓസ്ട്രേലിയക്കാണ് ടോസ് ഭാഗ്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അവർ ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു. ഇന്ത്യ ക്രീസിലെത്തുന്നു. എന്തായാലും ഇതിഹാസങ്ങൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ക്രീസിലേക്ക് എത്താൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 9 മണിക്കാണ് ഈ മത്സരം തുടങ്ങുന്നത്. ഇരുവർക്കും നിരവധി റെക്കോർഡുകളാണ് അവർക്ക് ഈ മത്സരത്തിൽ അവർക്ക് മുന്നിൽ ഉള്ളത്. രോഹിത്തിന് ഒരു 8 സിക്സർ കൂടി നേടിയാൽ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരം, അല്ലെങ്കിൽ 500ാം മത്സരമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രോഹിത്തിൻ്റെ. കോഹ്ലിക്കും സെഞ്ചുറി വേട്ടയിൽ സച്ചിനെയൊക്കെ തന്നെ മറികടക്കാനുള്ള പുതിയൊരു റെക്കോർഡ് കുറിക്കാനുള്ള അവസരം. അങ്ങനെ വലിയ പ്രത്യേകതകളോടുകൂടിയാണ് ഈ പെർത്തിലെ മത്സരം നടക്കുന്നത്. ആവേശ പോരാട്ടം തുടങ്ങുന്നത് 9 മണിക്കാണ്. ക്രിക്കറ്റ് ലോകത്തിന്റെ കായിക പ്രേമികളുടെ തന്നെ കണ്ണ് ഇനി പെർത്തിലേക്ക് നീളും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.